കുട്ടികൾ നാളത്തെ പൗരന്മാർ. നാം പല വേദികളിലും കേട്ടുപെടുത്ത വാക്കുകളാണിവ. കുട്ടികൾ രാഷ്ട്രത്തിന്റെ അമൂല്യ സമ്പത്താണ്. അവർക്ക് മഹത്വവും മഹിമയും നൽകുന്ന സംസ്കാരമാണ് നമ്മുടേത്. അവരെ ലാളിച്ചും സ്നേഹിച്ചും ശാസിച്ചും സന്തോഷിപ്പിച്ചും ഉത്തമ പൗരന്മാരാക്കി വാർത്തെടുക്കേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സമൂഹത്തിന് തന്നെയും കടമയാണ്. ബാല്യകാല സാഹചര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ജീവിത സാഹചര്യങ്ങൾ കുഞ്ഞിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പൂ പറിച്ചും മണ്ണുവാരിയും തുമ്പിയെ പിടിച്ചും ശലഭങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചും ഉറുമ്പുകളുടെ വഴി തേടിയും കുഴിയാനെ പിടിച്ചുമുള്ള കൗതുകങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഉത്തമ ബാല്യകാലം. വളർച്ചയുടെ ആദ്യഘട്ടങ്ങൾ കുഞ്ഞിനെ സംബന്ധിച്ച് നിർണായകമാണ്. അമ്മയുടെയും പ്രകൃതിയുടെയും പരിലാളന അവൻ ഈ അവസരത്തിൽ ആവശ്യമുണ്ട്. പ്രകൃതിയെ നിരീക്ഷിച്ചാണ് അവൻ ആദ്യ അറിവ് നേടുന്നത്. സ്വതന്ത്രമായി കളിച്ചും ചിരിച്ചുമുള്ള ഒരു ബാല്യകാലം. ഈ അറിവുകൾ അവന്റെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പടവുകളാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വിശാലതയിലേക്ക് അനായാസം സന്തോഷത്തോടെ കടന്നു ചെല്ലാൻ അവൻ സാധിക്കുന്നു. പണ്ടൊക്കെ സ്കൂളിലേക്കുള്ള ഓരോ യാത്രയും വിനോദയാത്രയ്ക്ക് തുല്യമായിരുന്നു. കൂട്ടുകാരുമൊത്ത് കളിച്ചും ഉല്ലസിച്ചും ഓടിയും നടന്നും കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിലെത്തുമ്പോൾ പ്രകൃതിയുമായി അടുത്തറിഞ്ഞ് സഞ്ചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ കുട്ടികൾക്ക് ഈ ലോകം ഇന്ന് നിഷേധിക്കപ്പെടുകയാണ്. എത്രയോ ലക്ഷം കുട്ടികളാണ് നമ്മുടെ തെരുവുകളിൽ ജീവിത സമരം നടത്തുന്നത്. ഡൽഹിയിൽ മാത്രം 1 ലക്ഷത്തോളം തെരുവ് കുട്ടികൾ ബാലവേല ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ഇന്നത്തെ ബാലവേലത്തെ കുറിച്ച് പ്രശസ്ത കവി ദേശമംഗലം ഇപ്രകാരം പരിതപിക്കുന്നു: കുട്ടി ഞാൻ ഓടി തീർക്കാൻ ബാക്കി വെച്ചൊരു ലോകം കെട്ടുപോകുന്ന മുന്നിൽ. ഇക്കാലത്ത് വിദ്യാഭ്യാസം കളികളിലൂടെ അറിഞ്ഞു പഠിക്കുക, പഠനം ആസ്വദിച്ച് അറിവ് നേടുക എന്ന രീതിയിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ട്യൂഷൻ ക്ലാസുകൾ ഒന്നിനൊന്ന് മാറി വരുമ്പോൾ കുട്ടിക്ക് തന്റേതായ സ്വതന്ത്ര ലോകത്ത് വ്യാപരിക്കാൻ ആവുന്നില്ല. ഭാരമേറിയ ബാഗുമായി വീട്ടുമുറ്റത്ത് നിന്ന് വണ്ടിയിൽ കയറുന്ന കുട്ടി വെറും ഒരു യന്ത്രം പോലെ ജീവിക്കുന്നു. വിദ്യ പകർന്നു നൽകേണ്ട വിദ്യാലയങ്ങൾ തന്നെ കുട്ടികൾക്ക് നിരവധി പീഡനങ്ങൾ പകരുന്നുണ്ട്. ഇന്ന് കുട്ടികൾ അവനവനിലേക്ക് ചുരുങ്ങുന്ന സ്ഥിതി സംജാതമായിരിക്കുന്നു. അണുകുടുംബങ്ങൾ സ്വാർത്ഥതയുടെ വിത്ത് പാകുമ്പോൾ എല്ലാം എന്റേത് മാത്രം എന്ന ചിന്ത കുട്ടികളിൽ ഉടലെടുക്കുന്നു. പണ്ടൊക്കെ അവധിക്കാലങ്ങളിൽ അമ്മയുടെ ബന്ധുവിടെ സന്ദർശനങ്ങൾ പതിവായിരുന്നു. അവിടങ്ങളിൽ കുട്ടികൾ കൂട്ടം കൂടി പലവിധ വിനോദ പരിപാടികളിൽ പങ്കെടുത്തിരുന്നത് അവരെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തരാക്കാൻ ഉതകുന്നവയായിരുന്നു. കൂട്ടുകെട്ടും കളികളും ഇല്ലാതായാൽ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് കോട്ടം തട്ടും. ഇന്നത്തെ വീടുകളിലെ സാഹചര്യത്തിൽ കുട്ടികൾ ഏറെ സമയവും ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ മുമ്പിൽ ചിലവഴിക്കുന്നു. വീട്ടുകാരോടും ബന്ധുക്കളോടും ചുറ്റുപാടിനോടും ബന്ധമില്ലാതെ ലോകത്തോട് മുഴുവൻ ബന്ധപ്പെട്ടിരിക്കുന്ന രീതി സംജാതമായിരിക്കുന്നു. സ്വന്തം ജീവിതത്തിന്റെ അർത്ഥവും അവകാശവും നഷ്ടപ്പെട്ട ബാല്യത്തെക്കുറിച്ച് പ്രശസ്ത കവി സച്ചിദാനന്ദന്റെ വരികൾ ഇപ്രകാരമാണ്: പാരുഷം പെരുകുന്നു വാക്കിലും മനസ്സിലും, മാതുല പൊറുത്താലും തീർന്നു മാമ്പഴക്കാലം. മുത്തശ്ശി കഥകൾ കേട്ടു വളരേണ്ട പ്രായത്തിൽ നിരക്കാത്ത പദങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. ഇതിന്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കും കുട്ടികളുടെ സാന്നിധ്യം ഗൗനിക്കാതെ നിലവാരം കുറഞ്ഞ പരിപാടികൾ കാണുന്ന മുതിർന്നവർക്കുമാണ്. ഇപ്രകാരം നിർണായകമായ ബാല്യകാലം ഇന്നത്തെ കുട്ടിക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ ബാല്യം നഷ്ടപ്പെട്ട ഭാവി